കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് ഉപജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് യു ശ്യാമഭട്ട് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കേരളത്തിന്മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പോരാടണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് ഉപജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് യു ശ്യാമഭട്ട് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് 34ാമത് വാർഷിക സമ്മേളനം നടക്കുന്നത്. നമ്മുടെ സവിശേഷമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആഴത്തിൽ വിലയിരുത്തി സംഘടനയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും ഈ സമ്മേളനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന്റെ മടിത്തട്ടിൽ വീണ് അതിനൊപ്പം വളർന്നു വന്ന സാമ്രാജ്യത്തെ വിരുദ്ധ ജന്മിത്വ വിരുദ്ധ പ്രസ്ഥാനം കൂടിയാണ്. കടുത്ത ചൂഷണത്തിൽപ്പെട്ട് യാതനകൾ അനുഭവിക്കുന്നുണ്ട്. ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് സി ശാരദ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് കെ സ്മിത രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി എം ബിഞ്ചുഷ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം സുനിൽകുമാറാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഉപജില്ലാ സെക്രട്ടറി പി ബാബുരാജ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം രമേശൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ഹരിദാസ്, ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ, ജില്ലാ ട്രഷറർ ഡോക്ടർ കെ വി രാജേഷ്, ജില്ലാ ഭാരവാഹികളായ പി ശ്രീകല, വി കെ ബാലാമണി, കെ ലളിത, പി മോഹനൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എം രമേശൻ, എ ശ്രീകുമാർ, ടി വിഷ്ണു നമ്പൂതിരി, പി കമല, രാജേഷ് കറിയ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ സി ബിന്ദു, വി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. സംഘാടക സമിതി ചെയർമാൻ കെ വി ജയപാൽ സ്വാഗതവും കൺവീനർ പി ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം, പതാക ഉയർത്തൽ, രക്തസാക്ഷികൾക്കുള്ള പുഷ്പാർച്ചന എന്നിവയും നടത്തി. ഉപജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി സി ശാരദയെ പ്രസിഡന്റായും വി കെ ഉണ്ണികൃഷ്ണനെ സെക്രട്ടറിയായും പി രാജേഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. നവകേരളത്തിനായി അണിചേരുക, PFRDA നിയമം പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, ഉച്ചഭക്ഷണ പദ്ധതിയുടെ കേന്ദ്രവിഹിതം സമയബന്ധിതമായി അനുവദിക്കുക, DA ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, കലാകായിക പ്രവൃത്തി പരിചയ അധ്യാപകരുടെ സേവനം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.